തട്ടിക്കൂട്ട് പഴംപൊരി ഉണ്ടാക്കിയാലോ? തട്ടിക്കൂട്ട് പഴംപൊരി എന്ന് പേരിട്ട വേറൊന്നുമല്ല കേട്ടോ, പൊന്നൂസിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പഴംപൊരിയാട്ടോ ഇത്. അപ്പോൾ നമുക്ക് പഴംപൊരി 2-3 പഴം ഇരുന്നതുകൊണ്ട് ഞാനോർത്ത് പെട്ടെന്ന് സിമ്പിളായിട്ടൊരു പഴംപൊരി ഉണ്ടാക്കാമെന്നോർത്ത് മൈദയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കിക്കൊണ്ട് ഏത്തക്ക മുറിച്ചിട്ട് നമ്മളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പരിപാടിയായിരുന്നു അത്. അപ്പോൾ അതാകുമ്പോൾ പൊന്നൂസിനെയും പറ്റിക്കാമല്ലോ. അങ്ങനെ നമുക്കിത് പഴംപൊരിയിലേക്ക് പോകാം. അങ്ങനെ ഞാനതൊക്കെ മാവൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ അതേ പഴം അരിഞ്ഞിട്ട് നമ്മുടെ പെട്ടെന്നുള്ള തട്ടിക്കൂട്ട് പഴംപൊരിയാണ് ഇത് കേട്ടോ. ഇത് പെട്ടെന്ന് അങ്ങനെ എണ്ണ ചൂടാക്കാൻ വെച്ചു, ഫാനിലേക്ക് പഴംപൊരി ഉണ്ടാക്കി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായയും വെച്ചു. ചായ തിളക്കാറായി. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കി തീരുമ്പോൾ ചായ തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാമല്ലോ. അപ്പം നല്ല സ്വാദിഷ്ടമായ നമ്മുടെ തട്ടിക്കൂട്ട് പഴംപൊരിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കേട്ടോ. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൂടി ഇരുന്ന്, നല്ല മഴയുണ്ട് പുറത്ത്, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കാൻ പോവുകയാണ്. പഴംപൊരി വന്നപ്പോൾ ചായയും റെഡിയായി. പൊന്നൂസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ തട്ടിക്കൂട്ട് പഴംപൊരി. തട്ടിക്കൂട്ട് പഴംപൊരി പഴംപൊരി ഇഷ്ടമാണ്, പിന്നെ ഞാനൊരു പേരിട്ടെന്നേ ഉള്ളൂ തട്ടിക്കൂട്ട് പഴംപൊരി. അങ്ങനെ പൊന്നൂസ് അത് തിന്ന് നോക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.